കൃഷ്ണ എവിടെ? ചോദിച്ചത് കേട്ടില്ലേ? കൃഷ്ണ ഏത് സ്ഥലത്താ ഉള്ളതെന്ന്. എനിക്കറിയില്ല. അറിയാം. ആ സ്ഥലം ഏതാണെന്ന് മാത്രം പറഞ്ഞെന്നാ മതി. സത്യമായിട്ട് എനിക്കറിയില്ല. പറയടി, മര്യാദയ്ക്ക് പറഞ്ഞു, അല്ലെങ്കിൽ നിന്നെ കൊല്ലും ഞാൻ. പറയാനല്ലേ പറഞ്ഞ? ചങ്ങാതിക്കടവ്. സത്യമല്ലേ? സത്യം. ഹലോ ഹലോ സുനന്ദേച്ചി. മോളെ കൃഷ്ണേ, മോള് നീ താമസിക്കുന്ന സ്ഥലം എവിടെയാണെന്ന് എന്നോട് ചോദിച്ചു. എന്തിനാ? എനിക്കറിയില്ല മോളെ. നിന്നെ എന്തെങ്കിലും ചെയ്യാനാണോന്ന് സുനന്ദേച്ചിക്ക് സംശയമുണ്ട്. എന്നെന്തേലും ചെയ്യാനോ? എന്നോട് സ്ഥലം ചോദിച്ചപ്പോ ഞാൻ ആദ്യം പറഞ്ഞു കൊടുത്തില്ല. ഒരു കത്തിയെടുത്ത് എന്റെ കഴുത്തിൽ വെച്ചിട്ടായിരുന്നു പിന്നെ ചോദ്യം. എനിക്ക് പറയേണ്ടി വന്നു. മോളെ നീ സൂക്ഷിക്കണം. പിന്നെ ഉപദ്രവിക്കാൻ ആരെയും ഏർപ്പാടാക്കിയിട്ടുണ്ടെന്നാ തോന്നുന്നു. സുനന്ദേച്ചി പേടിക്കൊന്നും വേണ്ട. അങ്ങനെ ആരെങ്കിലും കൂട്ടി വരികയാണെങ്കിൽ ഗാഥ വരട്ടെ. ഞാനിവിടെ എന്റെ അച്ഛന്റെ കൂടെയല്ലേ. എത്ര ആളുകൾ വന്നാലും എന്നെ എന്റെ അച്ഛൻ സംരക്ഷിച്ചോളൂ. എപ്പോ വേണമെങ്കിലും അവൾ അങ്ങോട്ട് എത്തും മോളെ, സൂക്ഷിക്കണം. സുനന്ദേച്ചി സമാധാനമായിട്ടിരിക്കും. അല്ലെങ്കിൽ തന്നെ ഗാഥയുടെ തല്ലും കൊല്ലും എന്നുള്ള ഭീഷണി നമ്മൾ എത്ര തവണ കേട്ടതാ. ഇനി അവക്ക് എന്താ ചെയ്യാൻ പറ്റുന്ന വെച്ച് ചെയ്യട്ടെ. പിന്നെ സുനന്ദേച്ചി, ഗോപാലമാമൻ ഇവിടെയല്ലേ ഉള്ളത്. ചേച്ചി മോളും അവിടെ നിൽക്കേണ്ട കാര്യമില്ല. ഇങ്ങോട്ടേക്ക് പോന്നോളൂ. നമുക്കിവിടെ അടിച്ചു പൊളിച്ച് കഴിയാന്നേ. ഗോപാലേട്ടൻ വരട്ടെ, എന്നിട്ട് തീരുമാനിക്കാം. എങ്കി സുനന്ദേച്ചി സമാധാനമായിട്ട് ഫോൺ വെച്ചോ. ഞാൻ അച്ഛന്റെ അടുത്ത് തന്നെ ഉണ്ട്. ശരി മോളെ. ഈശ്വര, കൃഷ്ണമോൾക്കൊന്നും സംഭവിക്കല്ലേ. സാറേ, ഇതിപ്പോ ആ കൃഷ്ണ പറയുന്ന ഐഡിയക്ക് നേരിട്ട് വരയ്ക്കായിരുന്നേ. ഏയ്, എനിക്ക് നോക്കിയിട്ട് പ്രത്യേകിച്ചൊന്നും പിടികിട്ടിയില്ല. അതിന് കൃഷ്ണയോ വരച്ച ആളെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ലടോ. എത്ര കാലമായി താൻ എന്റെ കൂടെ നടക്കാൻ തുടങ്ങിയിട്ട്? ഇന്ന് വരെയും പ്രത്യേകിച്ച് എന്തെങ്കിലും തനിക്ക് വേർതിരിച്ചറിവുണ്ടോ? ഒരു നല്ല കാര്യം പറഞ്ഞപ്പോ ഞാനിപ്പോ പൊട്ടണേ. എന്റെ സാറേ, ആ കൊച്ചിന് നല്ല ഐഡിയ ഉള്ളതാ. ആവശ്യം നമ്മളതല്ലേ. അപ്പൊ കാര്യങ്ങൾ കൃത്യമാണോന്ന് നോക്കേണ്ടത് നമ്മളല്ലേ ബിസിനസ്സുകാര്. ആ, താൻ പറഞ്ഞതില് കാര്യമുണ്ട്. അത്യാവശ്യത്തിന് ചില തിരുത്തൽ അതിനകത്തുണ്ട്. ഓ, സാറ് പറയുമ്പോ അത് ഓക്കെയാ. ഞാൻ പറയുമ്പോ ബുദ്ധിയില്ലായ്മ. കേട്ടോ, പക്ഷേ ഇതിന്റെ പ്രശ്നം എന്താണെന്നറിയാമോ? നമ്മുടെ നാടിന്റെ അറ്റ്മോസ്ഫിയർ അനുസരിച്ചിട്ട് വേണം ഇനിയുള്ള തിരുത്തലുകൾ പറയാൻ. പ്രത്യേകിച്ച് വെള്ളം, വായു, ഊർജം, അതിന്റെയൊക്കെ ലഭ്യത, അതിനനുസരിച്ചുള്ളൊരു മാറ്റം. അതൊക്കെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിനങ്ങോട്ട് പോകണ്ടേ? അതെ. ഇനി ഇപ്പൊ തന്നെ ഫോണിൽ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടൊരു ഐഡിയയിലെത്താനൊന്നും പറ്റത്തില്ല. കൃഷ്ണയെ നേരിട്ട് തന്നെ കാണണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഐഡിയ കൊള്ളാം സാറേ. പക്ഷേ ഇന്ന് എനിക്ക് വൈകുന്നേരം കോർപ്പറേഷൻ ഓഫീസിൽ ജോലിയുണ്ട്. ഓ, താനപ്പം എൻഗേജ്ഡ് ആണല്ലേ? എടോ, എന്നാ പിന്നെ വേറൊരു ഐഡിയ ചെയ്താലോ? അത് മാത്രമല്ല, ഗാഥയുടെയും കൃഷ്ണയുടെയും ടേസ്റ്റുകളും ഏകദേശം ഒരുപോലെ തന്നെ. രണ്ടുപേരെയും തമ്മിലൊന്ന് പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ ഭാവിയിൽ നമുക്കത് പ്രയോജനമുണ്ട്. ബിസിനസ് പരമായിട്ട് പ്രയോജനം ഉണ്ടാവും. പക്ഷെ പൊതുവെ സ്വന്തം ഭാര്യയെ മറ്റ് അന്യ സ്ത്രീകളുമായിട്ട് പരിചയപ്പെടുത്തുന്നത് അത്ര നല്ലതല്ലേ സാറേ? എന്നിട്ടെന്താ, ഈ നാട്ടിലെ ഭാര്യമാരൊന്നും വേറെ ആരെയും പരിചയപ്പെടുന്നില്ലേ? ഓ, എന്റെ പൊന്നു സാറേ, ജീവിതത്തിൽ കണ്ട അനുഭവങ്ങൾ വെച്ച് പറഞ്ഞതാണേ.
അല്ലാതെ ഗാഥാമഠം പോയി കൃഷ്ണനെ കാണുന്നതിന് എനിക്കെന്നാ പ്രശ്നം? എന്തായാലും ഈ പ്രോജക്റ്റിന്റെ കാര്യത്തില് ഗാദിയും കൃഷ്ണയും തമ്മിൽ കാണുന്നത് നല്ലതാ. ഞാൻ ഗാദിയോട് ആദ്യം ഈ കാര്യം ഒന്ന് പറയട്ടെ, എന്നിട്ട് ഞങ്ങൾ അങ്ങോട്ടൊന്ന് പോയേക്കാം. സത്യം പറഞ്ഞാല് എല്ലാരും കൂടിയുള്ള യാത്ര എന്ന് പറഞ്ഞപ്പോ എനിക്കും കൂടെ വരണമെന്നുണ്ടായിരുന്നു സാറേ. താനുണ്ടായിരുന്നെങ്കിൽ രസമായിരുന്നു. താനും ആ മോളിക്കുട്ടി തമ്മിലുള്ള മത്സരവും വഴക്കൊക്കെ കാണാലോ. അയ്യോ, അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നോ? എങ്കിൽ തൽക്കാലം ആ മോൾക്കുട്ടിയുടെ മുന്നിലേക്ക് ഞാനില്ല. ഇപ്പോഴേ സാറ് ഗാഥാമാടത്തെ കൂട്ടി കൃഷ്ണനെ കാണാൻ പോയാൽ മതി.